ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് വലൻസിയയോട് പരാജയപ്പെട്ടത്. മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ഹ്യൂഗോ ഡ്യൂറോ നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ഈ തോൽവി റയലിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണം ചെയ്യുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അടുത്ത മത്സരത്തിൽ എതിരാളികൾ ആഴ്സണലാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യപാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലാണ് ആഴ്സണലും ഇപ്പോൾ റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഏപ്രിൽ 8-ാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ആഴ്സണലിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. ഈ മത്സരത്തിന് മുന്നേ ചില മുന്നറിയിപ്പുകളൊക്കെ റയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി നൽകിയിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ മത്സരം തന്നെ ആഴ്സണലിനെതിരെ കളിക്കേണ്ടി വരും, കളി മാറ്റേണ്ടി വരും എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രതിരോധം ശക്തിപ്പെടുത്തണം എന്ന കാര്യം ഇപ്പോൾ ആഞ്ചലോട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ആഴ്സണൽ കൂടുതൽ അറ്റാക്കുകൾ നടത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. റയൽ പരിശീലകന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ആഴ്സണലിനെതിരെയുള്ള മത്സരം ഇങ്ങനെയാവില്ല, അതൊരു വ്യത്യസ്തമായ മത്സരമായിരിക്കും, വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഞങ്ങൾക്ക് കളിക്കേണ്ടി വരിക. അവർ കൂടുതൽ അറ്റാക്കുകൾ നടത്തുന്നവരാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഡിഫൻസ് സോളിഡ് ആക്കേണ്ടതുണ്ട്, ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ മത്സരത്തിലെ തോൽവി റയലിന്റെ ക്യാമ്പിൽ ആശങ്ക വിതക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആഴ്സണലിനെതിരെ വിജയിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും അവർക്കൊരു കോൺഫിഡൻസ് നൽകുന്ന കാര്യമായിരിക്കും. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.